ഞാനും സുരേഷും ഗോപാലകൃഷ്ണൻ സാറുമാണ് കട്ടപ്പനയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ രാവിലെ തന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ കുറച്ചുകൂടെ താമസിക്കുന്നതുകൊണ്ട് ഞാനവിടെ എന്നാൽ കുറച്ച് ഉണ്ടാക്കിയതിന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ, നമ്മുടെ ടൗണിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. രണ്ടുമൂന്ന് ചെറുതായിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടിങ്ങ് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കട്ടപ്പനയ്ക്ക് KSRTC പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നിന്നിട്ടൊരു 7 മണിക്ക് KSRTC ബസ്സിൽ കയറി അവിടുന്ന് യാത്ര പുറപ്പെട്ടു. നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് കഴിയുമ്പം അതിമനോഹരമായിട്ടുള്ള PR ആൻഡ് എസ്റ്റേറ്റിലെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല രാവിലത്തെ ആ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട്, വലിയ തണുപ്പില്ല എന്നാലും ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പം ആ ഒരു ഭംഗി രസമാണെന്നാലും കാണാനായിട്ട്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പഴയ ഭാഗത്തെല്ലാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സാറിനെ കാണാൻ പോയതാണ്, ഞങ്ങളുടെ കമ്പ്യൂട്ടർ സാറ്. അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളതേ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പുറപ്പെട്ടത്. പോകുന്ന വഴിക്ക് കുറേ അതിമനോഹരമായ കാഴ്ചകൾ. അങ്ങ് ദൂരെ കണ്ടോ വെള്ളച്ചാട്ടങ്ങൾ? നമുക്കങ്ങോട്ട് പോകാനൊക്കെ തോന്നും, പക്ഷേ എങ്കിൽ നമുക്കങ്ങോട്ട് പോകാനുള്ള അത് വഴി അറിയത്തില്ല. അറിയാമെങ്കിൽ ഞാൻ പോയാനതിൽ. അതങ്ങ് ദൂരെയാണ്, മനോഹരമായ കാഴ്ചയാണ്. എന്ത് രസമല്ലേ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് പോകാൻ തോന്നും. ഇപ്പം മുണ്ടക്കയത്തുനിന്ന് കട്ടപ്പനയ്ക്ക് ഏകദേശം 58 കിലോമീറ്ററാണ്. അതായത് 1 മണിക്കൂർ 47 മിനിറ്റ് യാത്രയാണ് നമുക്ക് ഇവിടുന്ന്. അതുപോലെ മുണ്ടക്കയത്തുനിന്ന് മുറിഞ്ഞപുഴയ്ക്കാണ് 18.8 കിലോമീറ്റർ, ഏകദേശം ഒരു 33 മിനിറ്റ് യാത്ര. അങ്ങനെ നമ്മുടെ KSRTC വളഞ്ഞ് പുളഞ്ഞ് നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രസമുള്ള കാഴ്ച തന്നെയാണ്. നമുക്ക് വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്ന. KSRTC ബസ് കുറച്ചുകൂടെ കയറ്റിയാണ് നിർത്തിയത്. അതുകൊണ്ട് എനിക്ക് വെള്ളഞ്ഞങ്ങാനത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊന്നും അധികം കിട്ടിയില്ല. ചെറുതായിട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഈ ഇടുക്കിയിലേക്ക് ഇതിലേ പോകുന്ന വഴിക്ക് നമുക്കിപ്പോൾ കുറേ ടൈപ്പുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ. പോകുന്ന വഴിക്ക് നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഇത് മെയിനായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ആളുകളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നതും കഴിക്കുന്നതും വണ്ടിയായിട്ട് വന്ന് ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. അത് വളരെ നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഞങ്ങൾ ചെന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ദേശം മഞ്ഞെല്ലാം നമ്മളെ നല്ല പോകുന്ന വഴിക്ക് കണ്ടു നല്ല വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. അമലവരി കഴിഞ്ഞ് പുല്ലുപാറ ആ പാലം കഴിഞ്ഞ് ഇടയ്ക്ക് വെള്ളച്ചാട്ടം.
കുറേ കഴിഞ്ഞ് പിന്നെ ദൂരെ ഇങ്ങനെ വണ്ടി നല്ല ഹൈ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കയറ്റമാണ്. കയറ്റവും അതുപോലെ വളവുകളും നല്ല ഭംഗികളും ഇങ്ങനെ ആസ്വദിച്ച് നമുക്കിങ്ങ് പോകാം. നല്ല മഞ്ഞും കാര്യങ്ങളും. ബസ്സിലിരുന്ന് സുരേഷിൻ്റെ കത്തിയപ്പും കാര്യങ്ങളും എല്ലാം കേട്ട് ഞാനിങ്ങനെ ഇരിക്കുക. എനിക്കത് എൻ്റെ ഇടയ്ക്കത് ഷൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ വണ്ടി മുന്നോട്ട് പോകുന്ന വളവുകൾ കാര്യങ്ങളും എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. സൈഡിലെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളും. കുട്ടിക്കാനത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇതാണ് കുട്ടിക്കാനം. കുട്ടിക്കാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തേയിലക്കാടുകളും ഒക്കെയാണ്. കുഞ്ഞപ്പുഴയിൽ നിന്നും പാഞ്ചാലമേടിന് 650 മീറ്ററാണ്. ശരിക്കും 650 മീറ്റർ, 1 മിനിറ്റ് യാത്രയേ ഉള്ളൂ. മുണ്ടക്കത്തു നിന്നും വളഞ്ഞാങ്ങാനത്തിന് ഏകദേശം 16.3 കിലോമീറ്ററാണുള്ളത് കേട്ടോ. 24 മിനിറ്റിൻ്റെ യാത്രയാണ് മുണ്ടക്കത്തു നിന്നേ. ശേഷം വീണ്ടും മുന്നോട്ട് പോകുന്നു. അതിമനോഹരമായ തേയിലക്കാടുകൾ നല്ല വെട്ടിയൊരുക്കിയ പോലെ കിടക്കുകയാണ്. നമുക്ക് കുറേ നേരം ഇന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്നു. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിലെ ഒരു പ്രധാന പട്ടണമാണ് കട്ടപ്പന കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് കട്ടപ്പന സ്ഥിതി ചെയ്യുന്നത്.
ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രമായ കട്ടപ്പന തൊടുപുഴയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ നഗരസഭാ പദവി ലഭിച്ച രണ്ടാമത്തെ പട്ടണമാണ്. ഇതുണ്ട് അതിമനോഹരമായ വാഗമൺ റോഡാണ് വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്നത്. വാഗമൺ താഴെ കാണുന്ന ഭാഗങ്ങളെല്ലാം വാഗമൺ ഭാഗത്തേക്ക്, വാഗമണിലേക്കുള്ള റോഡാണ് കാണുന്നത്, വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന റോഡ്. ഏലപ്പാറിൽ നിന്നും വാഗമണിലേക്ക് ഏകദേശം 16 കിലോമീറ്ററാണ്. 33 മിനിറ്റ് യാത്രയാണ്. അടിപൊളി സ്ഥലമാണ്. അതുപോലെ ഇത് കണ്ട വലിയ പാറക്കൂട്ടങ്ങളൊക്കെ, ഈ പാറക്കൂട്ടങ്ങളെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ഒരു സൈഡ് ഇങ്ങനെ കെട്ടി വരുന്നത്. അതിൽ അപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുന്നുണ്ട്. സൈഡ് രണ്ടും റോഡിൻ്റെ സൈഡ് നല്ല അടിപൊളിയായിട്ട് കെട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ആയി കഴിയുമ്പോൾ നല്ല സെറ്റാവും റോഡെല്ലാം. ഇപ്പോൾ ഇച്ചിരി കുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. കട്ടപ്പനയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ മുതലായ കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. 80കളുടെ മധ്യത്തിൽ കുരുമുളക്, ഏലം വില വളരെ കൂടിയതിനാൽ കട്ടപ്പനയിൽ മുമ്പൊന്നുമില്ലാത്ത വിധം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് ഈ നഗരം വളരെ ജനസാന്ദ്രമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് മഴയൊന്നും ഇല്ലാത്തതിന് കുഴപ്പമില്ല. ആയിരത്തി 1964 ആണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ഇതുവരെ ഈ പ്രദേശം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നറിയില്ല, അത് ചപ്പാത്ത് മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ചപ്പാത്തിലെ ആ നല്ല ഭംഗികളാണ്. ചില സമയത്തൊക്കെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കവിടെ പോയി നിന്ന് കുളിക്കാനും ഒക്കെ തോന്നും. കുറച്ച് മുകളിലേക്കൊക്കെ പോയ സേഫായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഞാൻ ഇടയ്ക്ക് മുമ്പ് ഇതുപോലെ പോയിട്ടുണ്ട് അവിടെ. ഞങ്ങളവിടുന്ന് തോർത്തൊക്കെ മേടിച്ച് കുടിക്കാനും എല്ലാം പോയിട്ടുള്ളതാണ്. അവിടെ വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സമയം കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൈഡുകളെല്ലാം ഇവിടുന്ന് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെ എല്ലാം റോഡ് പണി നടക്കുകയാണ്. സൈഡെല്ലാം കെട്ടി ഒതുക്കി പുല്ലുമേഞ്ഞ കുടിലുകളോ ഏലയ്ക്ക, കുരുമുളക് തുടങ്ങിയവ സൂക്ഷിക്കുന്ന പുരകളും മാത്രമുണ്ടായിരുന്ന പ്രദേശത്ത് നിന്നും രൂപം കൊണ്ട് മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വാണിജ്യപരമായി വളർന്ന് 22 വാർഡുകളുള്ള നാഗരിക സ്വഭാവമുള്ള പ്രത്യേക ഗ്രേഡ് ഗ്രാമപഞ്ചായത്തായി മാറിയിരിക്കുന്നു.
സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആസൂത്രണ ധനം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകളിൽ ഒന്നാണ് കട്ടപ്പന. നാണ്യവിളകളുടെ വിലയെ ആശ്രയിച്ചാണ് ഇന്നും കട്ടപ്പനയുടെ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്നത്. അടുത്ത കാലം വരെ കൃഷിയെ മാത്രം ഉപജീവനത്തിന് ആശ്രയിക്കുന്നവരായിരുന്നു കൂടുതൽ ജനങ്ങളും. ഈ സ്ഥിതിക്ക് മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വ്യാപാര സേവന മേഖലകളിലേക്ക് കൂടി ഒട്ടേറെ പേർ മാറി പ്രവർത്തിക്കുന്നു. ആയിരത്തി 1940 വരെ കട്ടപ്പന ആദിവാസി മേഖലയായിരുന്നു. മന്നാൻ, ഊരാളി ഗോത്രങ്ങൾ അധിവസിച്ചിരുന്ന മേഖലയായിരുന്നു കട്ടപ്പന. സമതലങ്ങളിൽ നിന്ന് കുടിയേറ്റം ആരംഭിച്ചതോടെ ആദിവാസികൾ ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു തുടങ്ങി എന്ന് മാത്രമല്ല, നിലവിലിരുന്ന ആദിവാസി സംസ്കാരത്തെ ചവിട്ടിമെതിക്കുകയും ചെയ്തു. ഇന്ന് സ്ഥലനാമങ്ങളിലൂടെ മാത്രം പുതിയ തലമുറ ആദിവാസി സംസ്കാരത്തെക്കുറിച്ചറിയുന്നു. ആയിരത്തി 1951 വ്യാപകമായ കുടിയേറ്റം നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ഇവിടെ കുടിയേറി. പ്രതികൂലമായ കാലാവസ്ഥയും മനുഷ്യജീവിതത്തിന് പറ്റാത്ത ചുറ്റുപാടുകളുമാണ് നിലനിൽക്കുന്നതെന്ന് കണ്ട് ആദ്യ കേരള സർക്കാർ കുടിയേറ്റക്കാരെ കുടിയിറക്കുവാൻ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടും കർഷകർ തങ്ങൾ വെട്ടിപ്പിടിച്ച മണ്ണ് വിട്ടുപോകുവാൻ തയ്യാറായില്ല. ശക്തമായ സമരങ്ങളും സർക്കാർ വിരുദ്ധ സമരങ്ങളും ഇതേ തുടർന്ന് നടന്നു. ദുസ്സഹമായ കാലാവസ്ഥയോടും വന്യജീവികളോടും രോഗങ്ങളോടും പൊരുതി അവർ കാർഷിക സംസ്കൃതി രചിച്ചു. കട്ടപ്പനയിലെ വലിയൊരു ഭാഗം ഭൂമിക്കും പട്ടയമില്ല. ഇത് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഏലം റിസർവാണ്. കർഷകർക്ക് പട്ടയം പതിച്ചു നൽകുന്നതിനെ ചൊല്ലി കേരള സർക്കാർ കക്ഷിയായി പല കേസുകളും ഇന്നും നിലവിലുണ്ട്. ആയിരത്തി 1977 ശേഷമുള്ള കൈവശ ഭൂമികൾക്ക് പട്ടയം നൽകിയത് സാധൂകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇവിടെയുള്ള കർഷകർ നേരിടുന്ന പതിറ്റാണ്ടുകളായുള്ള ഭൂപ്രശ്നത്തിന് അറുതി വരുത്തും.